ഒരു ക്ഷേത്രം, അതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിരവധി മിസ്സിംഗ് കേസുകൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. പിന്നീട് ആ ക്ഷേത്രത്തിലെ ക്ലീനിംഗ് ജീവനക്കാരൻ്റെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പരകളുടെ വെളിപ്പെടുത്തലുകൾ. കർണാടകയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മിസ്സിംഗ് കേസുകളും കൊലപാതകങ്ങളും മൗനമായി വിരൽ ചൂണ്ടുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്ന ഹെഗ്ഡെ കുടുംബത്തിലേക്കാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് മതപരമായി യാതൊരു ബന്ധവുമുള്ളതല്ല. കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പുറത്തു വന്ന നിഗൂഢത നിറഞ്ഞ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പരിശോധിക്കാം. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ദക്ഷിണ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥല എന്ന ക്ഷേത്രം 800 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു. പണ്ടത്തെ രാജവംശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തുളുനാട് പ്രദേശത്തെ ബണ്ട് ജാതിയിൽപ്പെട്ട ജൈന മതസ്ഥരായ ഫ്യൂഡൽ പ്രഭുക്കളുടെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ഹെഗ്ഡെ കുടുംബമാണ് പരമ്പരയായി ഈ ധർമ്മശാല ക്ഷേത്രവും ക്ഷേത്ര ട്രസ്റ്റും ഭരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. 16-ാം നൂറ്റാണ്ടിൽ ദേവരാജ ഹെഗ്ഡ ഹിന്ദു സന്യാസിമാരോട് അഭ്യർത്ഥന നടത്തി ഈ ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തുന്നു. അങ്ങനെ ശിവപ്രതിഷ്ഠയും ജൈന തീർത്ഥങ്കരന്മാരുടെ പ്രതിഷ്ഠയുമുള്ള ഒരു ക്ഷേത്രമാണ് കർണാടകയിലെ ബെൽത്തങ്ങാടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന നേത്രാവതി തീരത്തുള്ള ധർമ്മസ്ഥല. ഇത്രയും കാര്യങ്ങൾ ഞാൻ വിശദമായി പറയാൻ കാരണം, ഇപ്പോഴും ആ ക്ഷേത്രവും ക്ഷേത്ര ട്രസ്റ്റും ഭരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള പഴയ ആ ഫ്യൂഡൽ പ്രഭു കുടുംബ പാരമ്പര്യമുള്ള ഹെഗ്ഡെ കുടുംബം തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ധർമ്മസ്ഥല എന്ന ക്ഷേത്രം എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഭക്തിയുടെ ഒരു കേന്ദ്രമാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രം സന്ദർശിക്കാനായി എത്തുന്നത്. ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നവർക്കുള്ള സൗജന്യ ഭക്ഷണവും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ ധർമ്മസ്ഥല ചാരിറ്റി ട്രസ്റ്റ് നടത്താറുമുണ്ട്. തീർത്തും സ്വകാര്യ നിയന്ത്രണത്തിലുള്ള ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടകരായി എത്താറുണ്ട്. എന്നാൽ ഈ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നതോ ധർമ്മസ്ഥലയിലെ ചില പ്രത്യേക ഡീലക്സ് ലോഡ്ജുകളിൽ തങ്ങുന്നതോരായ ചില സ്ത്രീകൾ കാണാതാകുന്നത് ഇവിടെ ഒരു പതിവ് സംഭവമായി മാറിയിരുന്നു. മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോ അടിയന്തര പോലീസ് സഹായം തേടുന്നതിനോ ആദ്യമൊന്നും ധർമ്മസ്ഥലയിലെ പ്രദേശത്ത് ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല. വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസുകൾ പരാതിപ്പെട്ടാൽ അത് ഏതെങ്കിലും കാമുകനായി ഒളിച്ചോടിയതായിരിക്കും എന്ന് പറഞ്ഞ് FIR പോലും രജിസ്റ്റർ ചെയ്യുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഭീമ എന്ന പേരുള്ള ഒരു യുവാവ്, അവന് വിദ്യാഭ്യാസമൊന്നുമില്ലാതിരുന്നതിനാൽ അവന് കാര്യമായ ജോലി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവൻ്റെ ഒരു ബന്ധു വഴി 1995-ൽ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫായി ജോലി ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജോലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നേത്രാവതി സ്നാനഘട്ടിലെ മാലിന്യങ്ങളൊക്കെ മാറ്റി അവിടം വൃത്തിയാക്കിയിടുക എന്നതായിരുന്നു. അവനവിടെ ഇൻഫർമേഷൻ ഓഫീസിനടുത്തായി താമസിക്കാൻ ഒരു മുറിയും നൽകിയിരുന്നു. അവിടെ ജോലിക്ക് പ്രത്യേക സമയമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എപ്പോൾ വിളിച്ചാലും എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നതാണ് അവിടുത്തെ രീതി. അങ്ങനെ അദ്ദേഹം നേത്രാവതി സ്നാനഘട്ടിലെ മാലിന്യങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്യുന്ന ജോലി വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും ചെയ്തു പോന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ രാജേന്ദ്രദാസ് ഭീമയെ വിളിച്ചു പറഞ്ഞു, ആരുമില്ലാതെ ഒരു അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യണം. പിന്നെ ഇക്കാര്യം മറ്റാരോടും ഒന്നും പറയാൻ നിൽക്കണ്ട, അത് പിന്നീട് നിനക്ക് തന്നെ ദോഷമാകും. ഭീമ ആദ്യം കരുതിയത് ധർമ്മസ്ഥല എന്നൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അനാഥയായ ഏതോ തീർത്ഥാടക മരിച്ചു പോയിട്ടുണ്ടാകാം. താൻ ചെയ്യുന്ന ക്ലീനിങ് ജോലിയിൽ ഇതുപോലെ അനാഥ മൃതദേഹങ്ങളും കുഴിച്ചിടേണ്ടി വന്നേക്കാം എന്ന് കരുതി ഭീമ ആ ബോഡി വിജനമായ വനത്തിനുള്ളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നാൽ ഭീമ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. താൻ മറവ് ചെയ്ത സ്ത്രീ ഒരു വൃദ്ധയോ പ്രായമായതോ ആയ ഒരു സ്ത്രീ ആയിരുന്നില്ല, അതൊരു യുവതിയായിരുന്നു. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഭീമ വീണ്ടും തനിക്കേൽപ്പിച്ച നേത്രാവതി സ്നാനഘട്ടിലെ ക്ലീനിങ് ജോലികളിൽ മുഴുകി. അധികം താമസിക്കാതെ തന്നെ മറ്റൊരു ദിവസം നേരം പുലരുന്നതിന് മുമ്പുള്ള പുലർച്ചെ അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ ഭീമയുടെ റൂമിൽ വന്ന് മുട്ടി വിളിച്ച് അദ്ദേഹത്തെ വിളിച്ചുണർത്തുന്നു. ആ സൂപ്പർവൈസർ ഭീമയോട് പറഞ്ഞു, നേത്രാവതി നദിയുടെ തീരത്ത് ഒരു മൃതദേഹം കിടക്കുന്നു, അത് പോയി മറവ് ചെയ്യണം. മറ്റൊന്നും ചോദിക്കുന്നതിനോ പറയുന്നതിനോ ഭയമായിരുന്ന ഭീമയ്ക്ക് അവർ പറയുന്നതെന്തും അനുസരിക്കേണ്ടതായി വന്നു. അങ്ങനെ ആ ബോഡിയും
ക്ഷേത്രത്തിന് സമീപത്തുള്ള വിജനമായ വനപ്രദേശത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു. അതും ഒരു യുവതിയുടേതായിരുന്നു. മാത്രമല്ല ആ മൃതദേഹത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ മെല്ലെ മെല്ലെ ഇത്തരം സംഭവങ്ങളിൽ നിഗൂഢമായ ദുരൂഹതകൾ ഉള്ളതായി ഭീമയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങി. കാരണം മിക്ക ദിവസങ്ങളിലും പലയിടങ്ങളിലായി മൃതദേഹങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പതിവായിരുന്നു. അതും യുവതികളും പെൺകുട്ടികളും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഭീമ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അർദ്ധരാത്രിയൊക്കെ ആകുന്ന സമയങ്ങളിൽ ഒരു കറുത്ത SUV ടൈപ്പ് കാർ ചില ദിവസങ്ങളിൽ നേത്രാവതി നദിയുടെ സമീപത്ത് കാണാം. ആ വണ്ടിയുടെ അവസാന നമ്പർ 505 ആണെന്ന് അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട്. അർദ്ധരാത്രികളിൽ ഈ കാർ നേത്രാവതി നദിയുടെ സമീപത്തോ മറ്റ് പ്രാന്തപ്രദേശങ്ങളിലോ കണ്ടാൽ പിറ്റേ ദിവസം പുലർച്ചെ അതേ സ്ഥലത്തിൽ ഒരു മൃതദേഹമുണ്ടാകും. കാണാതാകുന്ന പെൺകുട്ടികൾ, പിന്നെ ഈ കാർ, മൃതദേഹങ്ങൾ, ഇവ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഭീമയ്ക്ക് മനസ്സിലായി. പക്ഷേ ഇക്കാര്യങ്ങൾ അദ്ദേഹം ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. ഇങ്ങനെ കണ്ടെത്തുന്ന മൃതദേഹങ്ങളെല്ലാം ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ തൻ്റെ സൂപ്പർവൈസർ തന്നെ കൊണ്ടായിരുന്നു അത് മറവ് ചെയ്യിച്ചിരുന്നത്. വിവിധ പ്രായത്തിലുള്ള പെൺകുട്ടികളാണ് ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വിധേയമായിരിക്കുന്നത്. അവർ ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് ഇരയായിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന പാടുകൾ, കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയിരിക്കുന്ന പാടുകൾ, കൈകൾ കെട്ടിയിരിക്കുന്ന പാടുകൾ, ഇവയെല്ലാം കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെയും യുവതികളുടെയും ശരീരത്തിൽ വ്യക്തമായി കാണാമായിരുന്നു. ഓരോ മൃതദേഹങ്ങൾ കുഴിച്ചിടുമ്പോഴും അദ്ദേഹം ചിന്തിക്കും, സത്യത്തിൽ ഇങ്ങനെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് നിയമവിരുദ്ധമല്ലേ? യഥാർത്ഥത്തിൽ പോലീസുകാർ വന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബോഡി ആരുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടതല്ലേ? ഏതൊക്കെയോ മാതാപിതാക്കളുടെ മക്കൾ കാണാതാകപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ആരും അറിയാതെ തന്നെക്കൊണ്ട് അത് കുഴിച്ചുമൂടി മറവ് ചെയ്യിക്കുന്നു. വിവാഹിതനും 2 പെൺമക്കളുള്ള ഭീമയ്ക്ക് തന്നെക്കൊണ്ട് മറവ് ചെയ്യിപ്പിച്ച യുവതികളുടെ മാതാപിതാക്കളുടെ വേദന എത്രത്തോളം ഉണ്ടാകുമെന്നും ആ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന ചിന്ത ഭീമയെ അസ്വസ്ഥനാക്കി. കുറ്റബോധം കൊണ്ട് അവൻ പല ദിവസങ്ങളിൽ ആഹാരം പോലും കഴിച്ചിരുന്നില്ല. ഇനി താൻ ഇത്തരം മൃതദേഹങ്ങൾ മറവ് ചെയ്യില്ല എന്ന് തൻ്റെ സൂപ്പർവൈസറിനോട് പറയണം എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, താൻ അങ്ങനെ പറഞ്ഞാൽ മറ്റാരുടെയെങ്കിലും കൈകളാൽ താൻ മണ്ണിനടിയിലാകപ്പെടുമെന്നും തൻ്റെ കുടുംബവും മക്കളും അനാഥരാകുമെന്നും. പോലീസിനോട് പറഞ്ഞാലും ഇതേ അവസ്ഥ തന്നെ തനിക്കുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. കാരണം അന്നത്തെ പരിധിയിലുള്ള ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പ്രവർത്തിക്കുന്നത് പോലും ഹെഗ്ഡെ കുടുംബത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയായിരുന്നു. ഭീമയ്ക്ക് ആ സ്ഥലത്തെ ജോലി ഉപേക്ഷിച്ച് തൻ്റെ ഗ്രാമത്തിൽ നിന്നും ദൂരെ എവിടെയെങ്കിലും ഫാമിലിയുമായി മാറി താമസിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുന്നതിനോ അത്തരമൊരു മാറ്റത്തിനോ അദ്ദേഹത്തിന് അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് വർഷങ്ങളോളം ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ക്ലീനിങ് സ്റ്റാഫായി തന്നെ ജോലി ചെയ്യേണ്ടി വന്നു. ഇതിനിടയിൽ 100 കണക്കിന് മൃതദേഹങ്ങൾ അദ്ദേഹത്തിന് മറവ് ചെയ്യേണ്ടതായി വന്നു. ആ ക്ഷേത്ര പരിസരത്തിൽ ഭിക്ഷാടനം അനുവദിച്ചിരുന്നില്ല. ഭിക്ഷാടനത്തിനായി ആരെങ്കിലും അവിടെ എത്തിയാൽ ദൂരെ ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള ബസ് ടിക്കറ്റ് എടുത്ത് ബസ് കയറ്റി വിടുന്നതാണ് പതിവ്. എന്നാൽ ഒരു തവണ അങ്ങനെ ബസ് കയറ്റി വിട്ട ഭിക്ഷക്കാരൻ തിരികെ വന്നു. പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും ഭീമയ്ക്ക് മറവ് ചെയ്യേണ്ടതായി വന്നു. വർഷങ്ങൾ കടന്നു പോകുന്തോറും മിസ്സിംഗ് കേസുകൾ ധാരാളം ഉണ്ടാവുകയും അതുപോലെ മൃതശരീരങ്ങൾ അദ്ദേഹത്തിന് മറവ് ചെയ്യേണ്ടതായി വരികയും ചെയ്തു. വർഷങ്ങൾ ധാരാളം കടന്നുപോയി. 2010 ധർമ്മസ്ഥല കല്ലേരിക്ക് സമീപത്തെ പെട്രോൾ പമ്പിന് സമീപം 200 മീറ്റർ അകലെ ഒരു 14-15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ആ പെൺകുട്ടിയെ ആരോ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്കൂൾ യൂണിഫോമിൻ്റെ ഷർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെൺകുട്ടിയുടെ സ്കൂൾ ബാഗും പുസ്തകങ്ങളും അവിടെ ചിതറിക്കിടക്കുന്നു. ഈ സംഭവത്തിലും ക്ഷേത്ര ഉദ്യോഗസ്ഥർ പറഞ്ഞേക്കുന്നത് ഭീമയായിരുന്നു. ഭീമ അവിടെ എത്തുമ്പോൾ ആ മൃതശരീരത്തിനടുത്തായി 2 പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. ആ പോലീസുകാർ സത്യത്തിൽ മനുഷ്യരായിരുന്നുവെങ്കിൽ ആ കുട്ടി ആരായിരുന്നുവെന്നും ഏത് സ്കൂളിൽ പഠിക്കുന്നതാണെന്നും ഏത് മാതാപിതാക്കളുടെ മകളായിരുന്നു എന്നും വേഗം കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. ആ പെൺകുട്ടിയുടെ മൃതദേഹമെങ്കിലും ആ കുടുംബത്തിന് കൈമാറാമായിരുന്നു. എന്നാൽ പോലീസ് അത്തരമൊരു അന്വേഷണത്തിനൊന്നും മുതിരാതെ ഭീമയെ കൊണ്ട് ഒരു കുഴിയടിപ്പിച്ച് ആ കുഞ്ഞിനെ അതിലിട്ട് മൂടാനാണ് പറഞ്ഞത്. അത് ഭീമയെ ആശ്ചര്യപ്പെടുത്തി. കാരണം ഒരു പോലീസുകാരൻ്റെ നാവിൽ നിന്നും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതായിരുന്നു അത്.
ഭീമ അവിടെ ചിതറിക്കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് പോലീസിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സാർ, ഈ പാഠപുസ്തകത്തിലെങ്കിലും ആ കുഞ്ഞിൻ്റെ പേരും അഡ്രസ്സും ഉണ്ടാകും. ദയവ് ചെയ്ത് അത് നോക്കി ആ കുഞ്ഞിനെ അതിൻ്റെ രക്ഷാകർത്താക്കൾക്ക് നൽകിക്കൂടെ? അപ്പോൾ ആ പോലീസുകാരൻ ഭീമയോട് പറഞ്ഞത്, താൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ ഈ കൊച്ചിനെ ബലാത്സംഗം ചെയ്ത് കൊന്നത് താനാണെന്ന് കുറ്റം ചുമത്തി FIR ഫയൽ ചെയ്യും എന്നായിരുന്നു. അങ്ങനെ പോലീസിൻ്റെ ഭീഷണിയാൽ ആ കുഞ്ഞിനെ അവിടെ ഒരു കുഴിയെടുത്ത് മൂടേണ്ടി വന്നു. ആരുടെ മകളാണെന്നറിയില്ല, പക്ഷെ അവളും മണ്ണായി മാറിയിരിക്കുന്നു. അതുപോലെ ഒരു 20 വയസ്സുകാരി, അവൾ മൈസൂരിൽ നിന്നും വന്നതായിരുന്നു. നേത്രാവതി തീരത്തെ സ്നാനഘട്ടിലും ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഭീമ കണ്ടിരുന്നതാണ്. പിറ്റേ ദിവസം ഭീമയ്ക്കൊരു നിർദ്ദേശം ലഭിച്ചു. ഒരു കാട്ടിൽ ഒരു മൃതദേഹം കിടപ്പുണ്ട്, അത് പോയി സംസ്കരിക്കണമെന്നതായിരുന്നു. ഭീമ അവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ന്യൂസ് പേപ്പർ കൊണ്ട് ചുറ്റിപ്പൊതുങ്ങി കിടത്തിയിരിക്കുന്ന ഒരു മൃതദേഹം. അത് തുറന്നു നോക്കിയപ്പോൾ ഭീമ പേടിച്ചുപോയി. ആ പെൺകുട്ടിയുടെ മുഖം ആസിട്ടൊഴിച്ച് വികൃതമാക്കിയിരിക്കുന്നു, കൈകാലുകൾ ഒടുങ്ങിയിരിക്കുന്നു. ആ കീറിപ്പറങ്ങിയ ഡ്രസ്സിൽ നിന്നാണ് ഇന്നലെ താൻ ക്ഷേത്രത്തിൽ വച്ച് കണ്ട കുട്ടിയാണ് തൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും ആ ക്ഷേത്ര നടത്തിപ്പുകാരുടെ അറിവോടെയാണ് ഇത്തരം കൊടും ക്രൂരതകൾ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു. അതിന് മറ്റൊരു ഉദാഹരണമാണ് ധർമ്മസ്ഥലയിൽ ആനപ്പാപ്പനായി ജോലി ചെയ്തിരുന്ന 65 വയസ്സുള്ള നാരായണൻ്റെയും സഹോദരി യമുനയുടെയും കൊലപാതകം. നാരായണൻ്റെ പിതാവും ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ആനപരിപാലന ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കണ്ട് ഇഷ്ടപ്പെട്ട അന്നത്തെ ഹെഗ്ഡ കുടുംബത്തിലെ കാരണവർ അദ്ദേഹത്തിന് കുറച്ചകലെയുള്ള കുറച്ച് ഭൂമി ഇഷ്ടദാനമായി നൽകി. അവർ ആ ഭൂമിയിൽ ചെറിയൊരു വീട് വെച്ച് താമസിച്ചു. വർഷങ്ങൾ ധാരാളം കടന്നുപോയി. നാരായണൻ്റെ പിതാവ് മരണപ്പെട്ടു. പിന്നീട് ആ ഇഷ്ടദാനമായി കിട്ടിയ ആ ഭൂമിയുടെ അടുത്തായി കർണാടക RTCയുടെ ഒരു ബസ് സ്റ്റാൻഡും ഹൈവേയും വന്നു. ഇപ്പോൾ ആ വസ്തുവിൻ്റെ വില കോടികൾ വിലമതിക്കുന്നതാണ്. അവിടെ ഇപ്പോൾ 65 വയസ്സുള്ള നാരായണനും 50 വയസ്സുള്ള സഹോദരി യമുനയും മാത്രമാണ് താമസിക്കുന്നത്. പുതിയ തലമുറയിലെ ഹെഗ്ഡെ കുടുംബത്തിന് പഴയ കാരണവർ ഇഷ്ടദാനമായി കൊടുത്തിരുന്ന ആ ഭൂമി തിരിച്ചു കിട്ടണം. അങ്ങനെ അവരുടെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനം ഉപയോഗിച്ച് ആരും അറിയാതെ ഇപ്പോൾ നാരായണൻ്റെ പേരിലുള്ള ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം മരവിപ്പിച്ചു. 2012 സെപ്റ്റംബർ 21 ആ അടച്ചുറപ്പില്ലാത്ത നാരായണൻ്റെ വീട്ടിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ കയറി നാരായണനെയും സഹോദരി യമുനയെയും തലക്കടിച്ച് കൊലപ്പെടുത്തി. അന്ന് നാരായണൻ്റെ വീടിരുന്ന സ്ഥലം ഇന്ന് ഹെഗ്ഡെ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ധർമ്മശാലയിൽ നിരന്തരം കണ്ടിരുന്ന ആനപരിപാലനത്തിനായി എത്തിയിരുന്ന നാരായണനെയും സഹോദരിയെയും കൊല്ലപ്പെട്ടതായി ഭീമ അറിയുന്നു. ആ കൊലപാതകങ്ങളും ധർമ്മസ്ഥല ക്ഷേത്രഭരണം കൈയാളുന്ന ഹെഗ്ഡെ കുടുംബം നടത്തിയതാണെന്ന് തിരിച്ചറിയാൻ ഭീമയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ധർമ്മസ്ഥല എന്ന പ്രദേശത്തെ പിടിച്ചുലച്ച മറ്റൊരു സംഭവമാണ് സൗജന്യ മർഡർ കേസ്. ധർമ്മസ്ഥല എന്ന പ്രദേശത്തിലെ തന്നെ ഒരു ഗ്രാമത്തിലെ പെൺകുട്ടിയായിരുന്നു സൗജന്യ. അവൾ പഠിച്ചിരുന്നത് ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉർജയിലെ ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. 2012 ഒക്ടോബർ 9 അവൾ പതിവ് പോലെ രാവിലെ കോളേജിൽ പോവുകയും വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് ബസ്സിൽ ധർമ്മസ്ഥലയിലെ നേത്രാവതി ബസ് സ്റ്റോപ്പിൽ അവൾ എന്നും ഇറങ്ങുന്നത് പോലെ 4 മണിയൊക്കെ കഴിയുന്ന സമയത്ത് ബസ് ഇറങ്ങുകയും ചെയ്തു. നേത്രാവതി സ്നാനഘട്ടിലേക്കുള്ള വഴിയെ 20 മിനിറ്റോളം നടന്നാലേ സൗജന്യയ്ക്ക് അവളുടെ വീട്ടിലെത്താൻ കഴിയുകയുള്ളൂ. ഈ പെൺകുട്ടി പോകുന്ന വഴിയിൽ ഒരു പ്രകൃതി ചികിത്സാ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ സെക്യൂരിറ്റി ഈ പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടതാണ്. മാത്രമല്ല നേത്രാവതി സ്നാനഘട്ടിന് സമീപത്തുള്ള വഴിയിൽ എതിർദിശയിൽ സ്വന്തം ജീപ്പ് ഓടിച്ച് വരികയായിരുന്ന അവളുടെ അമ്മയുടെ സഹോദരൻ, അതായത് അവളുടെ മാമൻ, അവളെ കാണുകയും വണ്ടി നിർത്തി അവളോട് സുഖവിവരങ്ങൾ അന്വേഷിച്ച് അദ്ദേഹം പോവുകയും ചെയ്തു. സൗജന്യയെ അവസാനമായി കണ്ട നിമിഷങ്ങൾ ഇതായിരുന്നു. 6 മണി കഴിഞ്ഞിട്ടും ആ പെൺകുട്ടി വീട്ടിലെത്താതായപ്പോൾ രക്ഷകർത്താക്കളും നാട്ടുകാരും ആ പെൺകുട്ടിയെ തിരഞ്ഞിറങ്ങി. ബന്ധുക്കളും നാട്ടുകാരുമടക്കം 100-300ഓളം പേർ ആ ഗ്രാമം ഒന്നാകെ അരിച്ചു പറക്കിയിട്ടും ആ പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. അന്ന് രാത്രി 11 മണിക്ക് തന്നെ ബത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും കൂടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാനെത്തി. ആദ്യം അവർ FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ ജനരോഷം ശക്തമായപ്പോൾ മാത്രമാണ് FIR പോലും എഴുതിയത്. പിറ്റേ ദിവസം ഒക്ടോബർ 10 അതിരാവിലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും ഒരുമിച്ച് കൂടി
റോഡരികിലും മറ്റ് വിജന പ്രദേശങ്ങളിലുമെല്ലാം തിരയാൻ ആരംഭിച്ചു. രാവിലെ 8 മണിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ വിജനമായ കുറ്റിക്കാട് നിറഞ്ഞ ഒരു പ്രദേശത്തെ ഒരു മരച്ചുവട്ടിൽ നിന്നും വളരെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ അവളുടെ മൃതദേഹം കണ്ടെത്തി. ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. കാരണം സൗജന്യ കൊല്ലപ്പെട്ട ഒക്ടോബർ 9 തീയതി ഭീമ ധർമ്മസ്ഥലയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും കാണാൻ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ പോയിരുന്നു. അന്നേ ദിവസം രാത്രി ഒരു 11 മണിയൊക്കെ കഴിയുന്ന സമയത്ത് ഭീമയുടെ ഫോണിലേക്ക് ഒരു കാൾ വന്നു. ധർമ്മസ്ഥല ക്ഷേത്ര മാനേജർ ബാലകൃഷ്ണയുടെ കോളായിരുന്നു അത്. അദ്ദേഹം ഭീമയോട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ ബോഡി വീണിട്ടുണ്ട്, താൻ ഉടൻ പോയി അത് മറവ് ചെയ്യണം എന്ന് പറഞ്ഞ് ലൊക്കേഷനും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഭീമ പറഞ്ഞു, സാർ, ഞാൻ ഇന്ന് എൻ്റെ സൂപ്പർവൈസറോട് ലീവ് പറഞ്ഞ് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഗ്രാമത്തിലാണുള്ളത്. ആയതിനാൽ ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല. ഭീമ ഇത് പറഞ്ഞതും, നീ നിൻ്റെ ഗ്രാമത്തിൽ പോയെന്നോ? നീ ആരോട് ചോദിച്ചിട്ടാണ് ഗ്രാമത്തിലേക്ക് പോയത്? ബാലകൃഷ്ണൻ ഭീമയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് കാൾ കട്ട് ചെയ്തു. അതേ ദിവസം ആ പെൺകുട്ടിയുടെ ബോഡി മറവ് ചെയ്യാൻ ധർമ്മസ്ഥല ക്ഷേത്രാധികൃതർ ഏൽപ്പിച്ചത് ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിലെ മറ്റൊരു ക്ലീനിങ് ബോയിയായ രവി പൂജാരി എന്നൊരു പയ്യനെയായിരുന്നു. അവന് ഇതൊന്നും ചെയ്ത് ശീലമില്ലാതിരുന്നതിനാൽ അവൻ ആദ്യം വിസമ്മതിച്ചു. എന്നാൽ ഈ ഒരു തവണ നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് ക്ഷേത്രാധികൃതർ വാശി പിടിച്ച് അവന് 25,000 രൂപ പണവും നൽകി. പാതിരാത്രി ഒറ്റയ്ക്ക് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്ന ആ പ്രദേശം ലക്ഷ്യമാക്കി അവൻ നടന്നുവെങ്കിലും അവന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവൻ ആ കൂരിരുട്ടിൽ ഭയന്നു വിറച്ചു. അവൻ്റെ കയ്യിലുള്ള ടോർച്ചിൻ്റെ വെളിച്ചം അവനെ കൂടുതൽ ഭയപ്പെടുത്തി. ഭയത്താൽ അവൻ്റെ മാനസിക നില തെറ്റുമെന്ന അവസ്ഥയിൽ അവൻ തിരികെ ഓടി. അങ്ങനെ ആ മൃതശരീരം അന്ന് മറവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് പിറ്റേ ദിവസത്തെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും തിരച്ചിലിൽ സൗജന്യയുടെ മൃതശരീരം ലഭിച്ചത്. ഒരുപക്ഷെ അന്ന് ഒക്ടോബർ 9 തീയതി ഭീമ അവൻ്റെ ഗ്രാമത്തിൽ പോയില്ലായിരുന്നുവെങ്കിൽ ധർമ്മസ്ഥല ക്ഷേത്രാധികൃതർ ഭീമയെ കൊണ്ട് ആ പെൺകുട്ടിയുടെ മൃതശരീരം കൃത്യമായി മറവ് ചെയ്യിക്കുമായിരുന്നു. എന്തായാലും ബോഡി കണ്ടെത്തിയ സ്ഥിതിക്ക് ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് തെളിയിക്കേണ്ടത് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഉത്തരവാദിത്തമായി മാറി. എന്നാൽ ഇത് ചെയ്തത് ആരാണെന്ന് പോലീസുകാർക്ക് വ്യക്തമായി അറിയാം. ആയതിനാൽ തന്നെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ബെൽത്തങ്ങാടി പോലീസുകാർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ കേസ് അന്വേഷിക്കുന്നത് PSI യോഗേഷ് കുമാറാണ്. അദ്ദേഹം സൗജന്യയുടെ ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡിനെ ഇറക്കിയുള്ള പരിശോധനയോ വിരലടയാള വിദഗ്ധരെ കൊണ്ടുള്ള പരിശോധനയോ ബോഡിയും ബോഡി കിടന്ന സ്ഥലത്തെയും ഫോട്ടോസ് എടുക്കുകയോ അങ്ങനെ പ്രാഥമികമായ ഒരു തെളിവെടുപ്പും തന്നെ നടത്തിയിരുന്നില്ല. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് സാമ്പിളുകളൊന്നും തന്നെ ശേഖരിച്ചില്ല. പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും ശേഖരിച്ച സ്രവങ്ങളും സാമ്പിളുകളും ഫോറൻസിക് ലാബിൽ അയക്കാൻ പോലീസുകാരിൽ ഡോക്ടേഴ്സ് നൽകിയതാണ്. 72 മണിക്കൂറിനുള്ളിൽ ആ സാമ്പിളുകൾ ലാബിൽ പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ റിസൾട്ട് കിട്ടുകയുള്ളൂ. എന്നാൽ പോലീസുകാർ ആ സാമ്പിളുകൾ 8 ദിവസത്തിന് ശേഷമാണ് ഫോറൻസിക്കിൽ അയച്ചത്. അപ്പോഴേക്കും ആ സാമ്പിളുകൾ പൂർണ്ണമായും കേടായിരുന്നു. അതുപോലെ സൗജന്യയുടെ സുഹൃത്തും സഹപാഠിയുമായിരുന്ന വർഷ, അവർ ഒരുമിച്ചായിരുന്നു ബസ്സിൽ യാത്ര ചെയ്തിരുന്നത്. നേത്രാവതി ജംഗ്ഷനിൽ സൗജന്യ ഇറങ്ങിയാലും വർഷ തുടർ യാത്ര ചെയ്യുന്നതാണ്. സൗജന്യയെ കാണാതായി എന്ന് പറയപ്പെടുന്ന ആ വിജനമായ പ്രദേശത്തിനടുത്തായി ഒരു ബ്ലാക്ക് XUV കാറും ഒപ്പം ഒരു ബൈക്കും 2 പേരും അവിടെ നിന്നിരുന്നത് താൻ ബസ് യാത്ര ചെയ്തിരുന്ന സമയത്ത് കണ്ടിരുന്നതായി വർഷയുടെ മൊഴി ഉണ്ടായിരുന്നിട്ട് പോലും അതൊന്നും പോലീസ് കാര്യമായിട്ടെടുത്തില്ല. FIR രജിസ്റ്റർ ചെയ്തു പോയിട്ടുള്ള കേസായിരുന്നതിനാൽ തന്നെ പോലീസിന് ഒരു പ്രതിയെ അത്യാവശ്യമായിരുന്നു. അങ്ങനെ പ്രതികൾ തന്നെ ഒരു പ്രതിയെ പോലീസിന് ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു കലാപരിപാടി നടന്നു. ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് അലങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്ന മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത സന്തോഷ് റാവു എന്ന യുവാവിനെ മാലിക് ജെയിൻ, ഉദയ് ജെയിൻ, ധീരജ് ജെയിൻ എന്നിവരുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ സന്തോഷ് റാവുവിനെ പിടിച്ച് മർദ്ദിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പ്രതികളെ സംരക്ഷിക്കുന്നതിനായി പോലീസ് യാതൊരു അന്വേഷണവും നടത്താതെ സൗമ്യയുടെ കൊലപാതകം ആ പാവം മാനസിക വിഭ്രാന്തിയുള്ള സന്തോഷ് റാവുവിൻ്റെ തലയിൽ കെട്ടിവെച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു. നിരവധി വർഷം ജയിലിൽ കിടക്കേണ്ടി വന്ന ആ സാധു മനുഷ്യനെ കോടതി പിന്നെ വെറുതെ വിട്ടു. മാലിക് ജെയിൻ, ഉദയ് ജെയിൻ, ധീരജ് ജെയിൻ, ഹർഷേന്ദ്രകുമാർ ഹെഗ്ഡെയുടെ 2ാമത്തെ മകനടക്കം CBIയുടെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ സമൃദ്ധമായി അന്നവർ കേസിൽ നിന്നും ഊരിപ്പോയി. CID, CBI വരെ അന്വേഷിച്ച സൗജന്യ കേസിൽ യഥാർത്ഥ പ്രതിയിലേക്കെത്താതെ ഇന്നും നീതി കിട്ടിയിട്ടില്ല. അതാണ് ഹെഗ്ഡെ കുടുംബത്തിൻ്റെ സ്വാധീനവും പവറും. ഇതിനിടയിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി നടക്കുന്നു. സൗജന്യ കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം 10-ാം തീയതി ഭീമ ധർമ്മസ്ഥലയിലേക്ക് തിരിച്ചെത്തുന്നു.
അവിടെ വളരെ അസ്വസ്ഥനായ നിലയിൽ തൻ്റെ സുഹൃത്ത് രവി പൂജാരിയെ കാണുന്നു. ഭീമ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രവി പൂജാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് ആത്മഹത്യയായി എഴുതി തള്ളിയെങ്കിലും ഭീമയ്ക്ക് വ്യക്തമായിരുന്നു രവി പൂജാരിയെ കൊന്നതാണെന്ന്. ഭീമയുടെ മനസ്സിൽ ഭയം തുടങ്ങി. ഇത്രയും വർഷങ്ങൾക്കിടയിൽ 100 കണക്കിന് മൃതദേഹങ്ങൾ താൻ അവരുടെ സമ്മർദ്ദത്താൽ മറവ് ചെയ്തു. തന്നെ ഒരു വിശ്വസ്തനായി കരുതിയത് കൊണ്ട് മാത്രമാകാം തന്നെ ഇപ്പോഴും ജീവനോടെ വച്ചേക്കുന്നത്. ഈ ധർമ്മസ്ഥല ഒരു മാന്ത്രിക കോട്ടയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലും മരണത്തിലേക്കായിരിക്കാം. ഇതിനിടയിൽ ഹർഷേന്ദ്രകുമാർ ഹെഗ്ഡെയുടെ രണ്ടാമത്തെ മകന് സൗജന്യ എന്ന പെൺകുട്ടിയുടെ മരണത്തിന് മുഖ്യ പങ്കുണ്ടെന്ന് സാക്ഷി പറഞ്ഞ 4 പേർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ കൊല്ലപ്പെടുന്നു. അങ്ങനെയിരിക്കെ 2014 ഭീമയുടെ പ്രായപൂർത്തിയാകാത്ത മകൾ ബലാത്സംഗത്തിനിരയായി. ആ ബലാത്സംഗം ചെയ്തത് ധർമ്മസ്ഥലയിലെ തൻ്റെ സൂപ്പർവൈസറുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു. അടുത്ത ഇര താനും തൻ്റെ ഫാമിലിയുമാണെന്ന് ബോധ്യപ്പെട്ട ഭീമ ധർമ്മസ്ഥലയിൽ നിന്നും ഒളിച്ചോടി. തൻ്റെ ഫാമിലിയും മക്കളുമായി മറ്റൊരു സംസ്ഥാനത്തിൽ മറ്റൊരു പേരിൽ ഒളിച്ച് താമസിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ 11 വർഷങ്ങൾക്ക് ശേഷം ധ്രുത സമീർ MD എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യയെക്കുറിച്ചും അതിനു പിന്നിലെ വമ്പൻ ശക്തികളെക്കുറിച്ചും ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. കോടിക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. പക്ഷേ ആ യൂട്യൂബറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമൂഹത്തിലെ മാന്യന്മാരെ അപമാനിച്ചുവെന്നും താൻ മുസ്ലിം സമുദായക്കാരനായതിനാൽ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു എന്നുമായിരുന്നു കേസ് എടുത്തിരുന്നത്. എന്നാൽ ഹൈക്കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു. ആ യൂട്യൂബറിൻ്റെ ധൈര്യവും ആ വീഡിയോ കണ്ടുള്ള പ്രചോദനവും ഉൾക്കൊണ്ട ഭീമ തനിക്ക് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. അദ്ദേഹം അധികം ആരും അറിയാതെ ധർമ്മസ്ഥലയിലെത്തി അദ്ദേഹം മറവ് ചെയ്തിട്ട സ്ഥലങ്ങളിൽ നിന്നും മനുഷ്യ അസ്ഥികൂടങ്ങൾ ശേഖരിച്ചും അവിടുത്തെ വീഡിയോകളും മറ്റ് തെളിവുകളും ശേഖരിച്ച് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും നൽകി ഹാജരായി. ഇപ്പോൾ കർണാടകയിലെ ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ ജനം അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പുറമേ മാന്യത നടിക്കുകയും എന്നാൽ പഴയ ഫ്യൂഡൽ പ്രഭു ചട്ടമ്പിത്തരം കാണിക്കാൻ മടിയില്ലാത്തവരാണ് തുളു ജൈന ബണ്ട് വിഭാഗത്തിലെ പ്രഗഡെ രാജവംശത്തിൽപ്പെട്ട കുടുംബമായ ഹെഗ്ഡെ കുടുംബം. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഇടങ്ങളിലെ സ്വാധീനമുള്ളതിനാൽ കിഡ്നാപ്പിംഗ്, കൊലപാതകമടക്കമുള്ള എല്ലാ കേസുകളും വീരേന്ദ്ര ഹെഗ്ഡെയോ ഹർഷേന്ദ്രകുമാർ ഹെഗ്ഡെയോ ഒതുക്കി തീർക്കും. ഇവരുടെ പക്കൽ എന്തിനും തയ്യാറായിട്ടുള്ള സൈലൻ്റായിട്ടുള്ള ഒരു പവർഫുൾ ഗുണ്ടാ ഗ്യാങ് ഉണ്ട് എന്നതാണ് ഇവരുടെ ശക്തി. ഇവർ ചെയ്ത മറ്റൊരു കൊലപാതകത്തിൻ്റെ കഥ കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ കൊലപാതകം കുറച്ച് പഴക്കമുള്ളതാണ്. 1979 നടന്ന വേദവല്ലി ടീച്ചറുടെ കൊലപാതകം. വേദവല്ലി ടീച്ചർ ഒരു മാനേജ്മെൻറ്റ് കോളേജിലെ ഉയർന്ന വിദ്യാഭ്യാസവും ഒരുപാട് ക്വാളിഫിക്കേഷനുമുള്ള സീനിയറായിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു. അവരുടെ സീനിയാരിറ്റിയും യോഗ്യതകളും അനുസരിച്ച് അടുത്ത കോളേജ് പ്രിൻസിപ്പൽ ആകേണ്ടത് വേദവല്ലി ടീച്ചറായിരുന്നു. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കോളേജ് മാനേജ്മെൻറ്റിന് പണം കൊടുക്കാൻ തയ്യാറായ ജാതിയിൽ ഉയർന്ന ജൂനിയറായിട്ടുള്ള ഒരു അധ്യാപകനെ ആ കോളേജിൽ പ്രിൻസിപ്പലായി നിയമിച്ചു. ഈ അനീതി വേദവല്ലി ടീച്ചർ ചോദ്യം ചെയ്തു. നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് ടീച്ചർ ഒറ്റയ്ക്ക് കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. തനിക്ക് അർഹതപ്പെട്ട സ്ഥാനം തനിക്ക് കിട്ടണമെന്നും അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ലെന്നും വേദവല്ലി ടീച്ചർ ഉറച്ചു നിന്നു. വേദവല്ലി ടീച്ചറുടെ ഭർത്താവ് ഡോക്ടർ BR ഹരലാലെ ഒരു സർക്കാർ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. പട്ടണത്തിന് പുറത്തെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയി രാത്രി വീട്ടിലേക്ക് വൈകി എത്തിയപ്പോൾ ആ ഡോക്ടർ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വേദവല്ലി ടീച്ചർ വീട്ടിനുള്ളിലെ ബാത്റൂമിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വേദവല്ലി ടീച്ചറെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അതിനുശേഷം പെട്രോൾ ഒഴിച്ച് ജീവനോടെ കത്തിച്ചു. ഡോക്ടർ ഹരലാലെ പോലീസ് സ്റ്റേഷനിലെത്തി ഭാര്യയെ കൊന്നവരെ കണ്ടുപിടിക്കാൻ കേസ് കൊടുത്തു. എന്നാൽ തൻ്റെ ഭാര്യയെ താൻ തന്നെയാണ് കൊന്നതെന്ന് വരുത്തി ഒരു തെളിവുമില്ലാതെ 3 വർഷം ഹരലാലയെ ജയിലിലടച്ചു. FIRൻ്റെ കോപ്പി പോലും അദ്ദേഹത്തെ കാണിക്കാൻ തയ്യാറായില്ല. വേദവല്ലി ടീച്ചർ പ്രതിഷേധിച്ച ആ മാനേജ്മെൻറ്റ് കോളേജ് ഉടമ ഇതേ ഹെഗ്ഡെ കുടുംബം തന്നെയായിരുന്നു. കൊലപാതകങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണലല്ല. പഴയ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പോലെ മറ്റുള്ളവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കുന്ന പോലെ ഇന്നും അവർ ഈ നൂറ്റാണ്ടിലും കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടുന്നു. സ്ത്രീകൾ അവരുടെ വെറും ഭോഗവസ്തുക്കളായി കാണുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. മറ്റൊരു വലിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.